യാത്രാ ദുരിതത്തിലായി മണലൂർ ഗ്രാമപഞ്ചായത്ത് നിവാസികൾ. ദുരിതത്തിലായത് സൂര്യ റോഡ് തകർന്നതോടെ മഴ കനത്തതോടെ റോഡ് ഗതാഗത യോഗ്യമല്ലാതായി. പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും പരാതി. അന്തിക്കാട് അഹമ്മദ് ഹാജിയുടെ 21ാം വാർഷിക ഉറൂസ് മുബാറക്ക് തിങ്കളാഴ്ച ആരംഭിക്കും. തുടർന്ന് കൊടിയേറ്റവും കൂട്ടസിയാറത്തും അനുസ്മരണ പ്രഭാഷണവും നടക്കും. തൃശൂർ പടവരാട് കിണറ്റിൽ വീണയാളെ രക്ഷപ്പെടുത്തി. ആലപ്പാട്ട് വീട്ടിൽ ഫ്രാൻസിസിനെയാണ് രക്ഷപ്പെടുത്തിയത്. കിണറ്റിൽ പൈപ്പ് ശരിയാക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടപ്പെട്ടത്. തിരുവനന്തപുരത്ത് ഓട്ടോ ഇടിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചത് രാജേഷ് ഭവനിൽ പുഷ്പൻ. അപകടമുണ്ടായത് ഇക്കഴിഞ്ഞ മെയ് 31-ന്. തൃശൂർ പാവറട്ടി CKC സ്കൂൾ റോഡിൽ സുരക്ഷാ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ഷീൻ തെരേസയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്ലാസ് നൽകിയത് തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജിയോ ജെ വാഴപ്പള്ളി. കാർഗിൽ വിജയദിനത്തിൽ ആദരിച്ചത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മേജർ PJ സ്റ്റൈജുവിനെ. പൊന്നാടയണിയിച്ച് ആദരിച്ചത് ബ്രിഗേഡിയർ രവീന്ദ്രൻ നായർ. തൃശൂർ കോലഴി പൂവണി ശിവക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം നടന്നു. തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ആലപ്പുഴ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചത് ചമ്പക്കുളം പഞ്ചായത്തിലെ 34 കുട്ടികളെ. പരിപാടി CPM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ. 100ാം വയസ്സിലെത്തിയ മീനാക്ഷിയമ്മയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കുചേർന്ന് പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ. റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോമശേഖരൻ വസതിയിലെത്തി ഷാൾ അണിയിച്ചു. കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡ്രോ തുറയൻ അനുമോദന സദസ്സിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകര താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ മാലിന്യമുക്ത കേരളം വാർഡ് തല ശില്പശാല സംഘടിപ്പിച്ചു. താന്യം കൃഷിഭവനിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ വാർഡ് മെമ്പർ ആൻഡ്രോ തുറയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡിലെ മുതിർന്ന അംഗവും വിമുക്ത ഭടനുമായ മുകുന്ദൻ വേളൂക്കരെ കാർഗിൽ വിജയത്തിന്റെ 25ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പൊന്നാട ചാർത്തി അനുമോദിച്ചു. പാരീസ് ഒളിമ്പിക്സിന് ഐക്യദാർഢ്യവുമായി അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. വിവിധ ചാമ്പ്യൻഷിപ്പുകളിൽ ജേതാക്കളായ മുഹമ്മദ് ആത്തിഫ് ഫാറോ, ഫാത്തിമ KS, ആര്യനന്ദ എന്നിവർ ദീപശിഖാ പ്രയാണം നയിച്ചു. കേരള സർക്കാരുകൾ തൊഴിലുറപ്പ് തൊഴിലാളികളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് മൈനാഗപ്പള്ളി നേതൃയോഗം. അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരാകുകയാണെന്നും യോഗത്തിൽ വിലയിരുത്തൽ. DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിങ്ങോട്ടുകര വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയോട്ടും. ഹോമത്തിന് സൂര്യകാലടി മന പരമേശ്വരൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവല്ലയിൽ സ്ത്രീകൾ താമസിക്കുന്ന വീടിന് നേരെ അജ്ഞാതരുടെ ആക്രമണത്തിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലുകൾ തകർന്നു. അയൽവാസിയുമായി വഴിത്തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് സംശയം. തൃശൂർ കനോലി കനാലിൽ അനധികൃത പുഴ കയ്യേറ്റത്തിനെതിരെ പ്രതിഷേധം. കയ്യേറ്റം നടത്തുന്നത് സ്വകാര്യ വ്യക്തി. വിഷയത്തിൽ CPI ലോക്കൽ കമ്മിറ്റിയുടെ പതാക നാട്ടി പ്രതിഷേധം. ആലപ്പുഴ എടത്വയിൽ വള്ളംകളി പ്രേമികൾക്കായി ഷോട്ട് പുളിക്കത്ര പരിശീലനം ആരംഭിച്ചു. ഷോട്ട് പുളിക്കത്രയിൽ 50 തുഴച്ചിലുകാരും 3 നിലക്കാരും 4 പങ്കായക്കാരും 3 ഒറ്റത്തുഴക്കാരും ഉൾപ്പെടെ 60 പേർ. പത്തനംതിട്ട റാന്നി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്തിയത് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ. കുട്ടി സുരക്ഷിതയാണെന്ന് പോലീസ്. കോട്ടയത്ത് കാറുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ കാർ യാത്രക്കാരിയായ സ്ത്രീക്ക് പരിക്കേറ്റയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ CMS കോളേജ് റോഡിന് സമീപത്തായിരുന്നു അപകടം. ആലപ്പുഴ കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ പ്രകൃതി സംരക്ഷണ ദിനാചരണം നടന്നു. പരിപാടി സംഘടിപ്പിച്ചത് മാതൃഭൂമി നിറകതിർ സീഡ് ക്ലബിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിൽ. മലപ്പുറം എലൈറ്റ് ഇൻഡസ്ട്രീസ് റിസോഴ്സ് പേഴ്സൺ സാബിർ LED നിർമ്മാണ ശില്പശാലയും ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണവും നടത്തി. വനിതകൾക്കായി സ്വയം പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ചു. നിയമ ബോധവൽക്കരണ ക്ലാസ്, പോക്സോ നിയമം, അപകടത്തിൽപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടാം തുടങ്ങിയുള്ള വിഷയങ്ങളിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. പരിപാടി നടന്നത് ചെങ്ങന്നൂർ ഗ്രൂപ്പിന്റെയും സമഭാവന ഗ്രന്ഥശാലയുടെയും നേതൃത്വത്തിൽ. കൊല്ലം തൊടിയൂർ ബന്ധുവിനെയും സുഹൃത്തിനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. തൊടിയൂർ സ്വദേശി ഷാനവാസാണ് പോലീസിന്റെ പിടിയിലായത്. തടിക്കച്ചവടത്തിൽ പങ്കുചേർക്കാത്തതിലുള്ള വിരോധത്തിലായിരുന്നു മാതൃ സഹോദരി പുത്രനെയും സുഹൃത്തിനെയും ഷാനവാസ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
കൊല്ലം കൊട്ടാരക്കരയിൽ ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന 29കാരൻ മരിച്ചു. മരിച്ചത് പോരുവഴി സ്വദേശി ജിനു തോമസ്. ലോറിയുടെ പിൻഭാഗം ഉയർത്തുന്നതിനിടെ വൈദ്യുത ലൈനിൽ തട്ടി ഷോക്കേറ്റ് ചികിത്സയിലായിരുന്നു ജിനു. ശക്തമായ കാറ്റിൽ കോഴിക്കോട് മലയോര പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടം. കൂടരഞ്ഞി, തിരുവമ്പാടി എന്നിവിടങ്ങളിൽ വീടുകൾക്കും കടകൾക്കും മുകളിൽ മരം വീണു. കുമ്പാറ, പുഷ്പഗിരി, മാങ്കയം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് മുന്നോടിയായി വെപ്പേ ഗ്രേഡ് വള്ളമായ അമ്പലക്കടവൻ പരിശീലന തുഴച്ചിൽ ആരംഭിച്ചു. അമ്പലക്കടവനിൽ മത്സരിക്കുന്നത് ന്യൂ കാവാലം ബോട്ട് ക്ലബ്ബും എമിറേറ്റ്സ് വേണാട്ടുകാട് ചേനങ്കരിയും സംയുക്തമായി. ന്യൂ കാവാലം ബോട്ട് ക്ലബ്ബ് രക്ഷാധികാരി ശ്രീകുമാർ നായർ പരിശീലന തുഴച്ചിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലപ്പുഴ എടത്വയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ശില്പശാലയും സംഘടിപ്പിച്ചു. അക്ഷയ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടന്നത്. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു. കൊല്ലം തേനി ദേശീയപാതയിൽ ലോറി മറിഞ്ഞ അപകടം. തടിയുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ശൂരനാട് പോലീസിന്റെ നേതൃത്വത്തിൽ റോഡിലെ തടികൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ പുത്തൻപീടിക അന്തിക്കാട് റോഡ് തകർന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു. കുഴികൾ നികത്തി താൽക്കാലിക ടാറിംഗ് ചെയ്ത് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് സർവീസ് എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ ജില്ലാ തിരഞ്ഞെടുപ്പ് നടന്നു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറിയായി ജസ്റ്റിൻ ജോസിനെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി കരകുളം വാഹിദ്, ട്രഷററായി പേരൂർക്കട ഷൈൻകുമാറിനെയും യോഗം തിരഞ്ഞെടുത്തു. ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഫയർഫോഴ്സ് ടീമിനെ ആദരിച്ച് തോട്ടുമുക്ക് പൊതുജന ഗ്രന്ഥശാല. മന്ത്രി GR അനിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കൊല്ലം ചിതറയിൽ SIയുടെ ബൈക്ക് മോഷ്ടിച്ച കേസിൽ ഒരാൾ അറസ്റ്റിലായത് കിളിമാനൂർ സ്വദേശി സുജിൻ. കഴിഞ്ഞ 19-ാം തീയതി രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ശനിയാഴ്ച നടന്ന PSC പരീക്ഷയ്ക്ക് 3 മിനിറ്റ് വൈകിയെത്തിയ ഉദ്യോഗാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല. പരീക്ഷാ കേന്ദ്രത്തിനു മുന്നിൽ ഉദ്യോഗാർത്ഥികളും ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തിയതോടെ കനത്ത പോലീസ് കാവലിലാണ് പരീക്ഷ നടന്നത്.